നമുക്കുണ്ടല്ലോ ഇനി സമ്മർ വരുവാണ്. സമ്മർ വളരെയധികം ചൂടായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കിട്ടുന്നിടത്തു നിന്നൊക്കെ നല്ല കോട്ടൺ കളക്ഷൻസ് മേടിച്ചു വെച്ചോ കേട്ടോ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളിയായിട്ട് മൽ കോട്ടണിലാണ്. മൽ കോട്ടണിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള വർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനകത്തേക്ക് കംപ്ലീറ്റ്ലി ത്രെഡ് എംബ്രോയിഡറിയും അതേപോലെ സരി കൂടി ചേർന്നിട്ട് സീക്വൻസ് ചെയ്തിട്ടുള്ള വർക്ക് വരുന്ന വെരി ബ്യൂട്ടിഫുൾ വർക്കാണ് ചെയ്തിട്ടുള്ളത്. 3/4 സ്ലീവ്സ് അത് ഇലാസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് എലൈൻ ചെയ്തേക്കും. അപ്പോൾ ഇത് നമുക്കൊരു സിംഗിൾ പീസ് ഡ്രസ്സായിട്ട് വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം. ബിക്കോസ് അതിൻ്റെ ആ ഒരു സ്ലീവ്സും ആ ഒരു ഇലാസ്റ്റിക്കേഷനും ഒക്കെ വരുമ്പോഴത്തേനും ആ ഒരു ഫീലാണ്, ഇലാസ്റ്റിക്കേറ്റഡ് സ്ലീവ് വരുമ്പോൾ ആ ഒരു ഫീലാണ് വരിക. അതല്ല ബോട്ടം വെച്ച് പെയർ ചെയ്ത് കുർത്തിയായിട്ട് വേറെ നിങ്ങൾ അങ്ങനെയും ചെയ്യാം. 2 സൈഡ് പോക്കറ്റ്സ് വരുന്നുണ്ട്. കോട്ടൺ ലൈനിങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ കംഫർട്ടബിൾ. മൽ കോട്ടൺ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ്. നെക്സ്റ്റ് ഇതൊരു നല്ല ഭംഗിയുള്ള ലൈറ്റ് ഒരു ലാവൻഡർ ഓർ ലൈലാക്ക് ആ ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കളർ. അതിനകത്തേക്കും കണ്ടോ ആ ഒരു സെയിം ടോൺ ത്രെഡിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി പോയിരുന്നത്. അപ്പോൾ എനിക്ക് എത്രത്തോളം ഇത് വീഡിയോയിൽ കൺവേ ആവുമെന്ന് അറിയില്ല, പക്ഷേ ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു എലഗൻ പീസാണ്. അതിനകത്തേക്ക് ഗോൾഡൻ കളർ സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വെരി ബ്യൂട്ടിഫുൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് കേട്ടോ. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക്, സമ്മർ അങ്ങനത്തെ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വെരി ബ്യൂട്ടിഫുൾ ഓറഞ്ച് കളർ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വെരി ബ്യൂട്ടിഫുൾ ബ്ലൂ കളർ. ബ്ലൂവിനകത്തേക്കും സെയിം ഒരു പാറ്റേണിലാണ് പോയിട്ടുള്ളത്. ആ ഒരു സീക്വൻസ് വർക്കിൻ്റെ വർക്ക് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് അതിനകത്തേക്ക് ഇതേപോലെ വരും. ഈ മൽ കോട്ടൺ ഒന്നും ഒരിക്കലും വാഷ് ചെയ്തിട്ട് സെയിം ടോണൊന്നും ഇത് വാഷ് ചെയ്യുക, ഡെലിക്കേറ്റ് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വാഷ് ചെയ്താലും വെയിലത്തിടുമ്പോഴത്തേനും ഇൻസൈഡ് ഔട്ട് ചെയ്തിട്ട് ഇടണം കേട്ടോ. അതായത് ഈ ഭാഗം ഉള്ളിൽ പോയിട്ട് ഈ ഭാഗം പുറമേ കാണുന്ന രീതിയിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഫെയ്ഡായി പോകുന്നേ. ഇത് നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് ലാവൻഡർ ഷെയ്ഡ്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സിലാണിത് വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ ആയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. ഇത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഓൺലൈൻ വിങ് വരുന്നത് ബാംഗ്ലൂരാണ്. നമ്മുടെ ഫാക്ടറിയും ഓഫീസും ഒക്കെ വരിക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഇത് ഡിസ്പാച്ച് ചെയ്യുക. ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ www.lollipopsboutique.com എന്നുള്ള വെബ്സൈറ്റ് ഐഡിയോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആപ്പ് അവൈലബിൾ ആണ് ലോലിപോപ്സ് ബുട്ടീക്ക്. അതിലൂടെയും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും. നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോർ വരുന്നത് ലോലിപോപ്സ് ലൈഫ് സ്റ്റൈൽ MC റോഡ് കൊട്ടാരക്കരയാണ്. അതൊരു മൾട്ടി ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണ്. ലേഡീസിനും കിഡ്സിനും ജെൻസിനും വേണ്ടുന്ന കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഇൻഹൗസ് ബ്രാൻഡാണ് ഇതെല്ലാം യമി. അതിൻ്റെ ഒരു കൗണ്ടറുണ്ട്. അത് കൂടാണ്ട് വേറെ പല ബ്രാൻഡ്സും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. താങ്ക് യു.